നമസ്കാരം. ഇന്നൊരു സിനിമ കണ്ടു, ഇറങ്ങി. നമുക്കറിയാം സ്വർണത്തിന് വില കുതിച്ചുയരുകയാണ്. റെക്കോർഡ് വിലയാണ് സ്വർണത്തിന്, അല്ലേ? ആ സ്വർണത്തിൻ്റെ റെക്കോർഡ് വിലയോടൊപ്പം തന്നെ റെക്കോർഡ് കളക്ഷനുമായി പൊന്മാൻ എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഉറപ്പിച്ച് തന്നെ പറയാൻ കഴിയും. അത്ര നല്ലൊരു സിനിമ കൊല്ലം ജില്ല ബേസ് ചെയ്ത്. കൊല്ലത്ത് നമുക്കറിയാം, കൊല്ലത്ത് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ഈ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് സ്ത്രീധനമില്ലാതെ പ്രശ്നങ്ങളുണ്ടായി മരണപ്പെട്ട, കൊല ചെയ്യപ്പെട്ട കഥകളൊക്കെ നമ്മൾ പത്രങ്ങൾ വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കുടുംബത്തിൽ ഈ സ്വർണത്തിന് വേണ്ടിയുള്ള, ഒരു സ്ത്രീധനത്തിന് വേണ്ടിയുള്ള കഥ പറയുന്ന സിനിമയാണ് പൊന്മാൻ. ഇതിൽ ബേസിൽ എന്നൊരു കഥാപാത്രം നമ്മൾ എടുത്തു പറയാം. ബേസിൽ എങ്ങനെയാണ് ഈ സ്ക്രിപ്റ്റുകൾ തിരഞ്ഞെടുക്കുന്നത് എന്നൊരു ചോദ്യം ഇവിടെ വിവരത്താതിരിക്കാൻ പറ്റില്ല. ബേസിൻ്റെ അടുത്ത് എത്തുന്ന സ്ക്രിപ്റ്റുകളെല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ടത് തന്നെയാണ്, ഒരു സംശയമില്ല. ബേസിലെ എന്താണ് ഈ സിനിമയിൽ കാണിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾ സിനിമ കണ്ട് തീരുമാനിക്കും. നമ്മൾ ബേസിലിനെ കണ്ടിട്ടുണ്ട്, പല സിനിമകൾ കണ്ടു, എല്ലാ കോമഡി കഥാപാത്രങ്ങളും ചെയ്യും. ആ ചിരി എല്ലാം മാറ്റി നിർത്തുന്നുണ്ട് ഒരു വലിയ സീരിയസ് കഥാപാത്രമായി. എന്നാൽ നമുക്കതിനകത്ത് ചിരിക്കാനും വകുപ്പുണ്ടാക്കുന്നു ബേസിൽ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത്ര നല്ല ഒരു സിനിമയാണ് പൊന്മാൻ എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു കല്യാണവുമായി ബന്ധപ്പെട്ട്, ഒരു സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വെക്കുന്ന ഒരു കഥയാണിത്. ഒരു പെൺകുട്ടിയെ കെട്ടിച്ചു വിടണമെങ്കിൽ എത്രമാത്രം പ്രശ്നങ്ങൾ ഒരു കുടുംബത്തിൽ ഉണ്ടാകുന്നു. സ്വർണം എന്നൊരു വലിയ നിധിയാണ് സ്വർണം. ഒരു സ്ത്രീധനം എന്ന് പറയുന്ന വലിയ നിധി സ്വർണമായിട്ട് വേണമെന്ന് ആവശ്യപ്പെടുന്ന പുരുഷന്മാർക്ക് ആ സ്വർണം കൊടുക്കുന്നതിന്, ആ സ്ത്രീധനം കൊടുക്കുന്നതിന് കഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിൻ്റെ കഥ. അത് ഒരറ്റം മറ്റൊരറ്റം കൂട്ടിമുട്ടിക്കുന്നതിന് വേണ്ടിയുള്ള കഷ്ടപ്പാടിൻ്റെ കഥ. അവിടെയാണ് ബേസിൽ എന്നൊരു കഥാപാത്രം ബേസിൽ ഈ സ്വർണം എത്തിച്ചു നൽകുന്ന നിലയിലേക്കൊക്കെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അത് സിനിമ കണ്ടു തീരും. അതെങ്ങനെയാണ് ബേസിൽ അവിടെ എത്തുന്നതെന്ന് സിനിമ കണ്ടു തന്നെ നമ്മൾ തീരുമാനിക്കും. എന്തായാലും നല്ലൊരു സിനിമ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആദ്യ ഷോ അവസാനിക്കുമ്പോൾ മികച്ച അഭിപ്രായം തന്നെയാണ് ചിത്രത്തിനെ കുറിച്ച് പ്രേക്ഷകർ പങ്കുവെക്കുന്നത്. അത് തന്നെയാണ്, മികച്ച അഭിപ്രായം തന്നെയാണ് എനിക്കും ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. അജേഷ് എന്ന നായക കഥാപാത്രമായി കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ചിത്രത്തിൽ ബേസിൽ നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അജേഷ് എന്ന കഥാപാത്രം അത് ബേസിലിൻ്റെ കരിയറിലെ ഏറ്റവും നല്ല കഥാപാത്രം എന്ന് ഒറ്റ വാക്കിൽ എനിക്ക് പറയാം. ഒരു മടിയുമില്ല. കണ്ട പ്രേക്ഷകരും അത് തന്നെയായിരിക്കും അഭിപ്രായം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിലെ സംവിധായകനെ കുറിച്ച് നമ്മൾ പറയണം. മലയാള സിനിമയിൽ ദീർഘകാലമായി കലാസംവിധായകനായി രംഗത്ത് വന്ന ജ്യോതിഷ് ശങ്കർ, അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയാണ് സംവിധാനം എന്ന നിലയിൽ. അദ്ദേഹം എത്രയോ സിനിമകളിലാണ് കലാസംവിധാനം ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ, ആ സിനിമയുടെ ഒരു പ്രത്യേകത, ഇദ്ദേഹം ആദ്യമായിട്ടൊരു സിനിമ ഡയറക്റ്റ് ചെയ്യാവുന്ന ഒരു ഫീലും നമുക്ക് ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രത്യേകതയായിട്ട് ചൂണ്ടിക്കാട്ടുന്നത്. അത്ര നല്ല രീതിക്ക് അദ്ദേഹം ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നു. ബേസിനോടൊപ്പം തന്നെ കട്ടയ്ക്ക് നിൽക്കുന്ന പെർഫോമൻസുമായിട്ട് ആവേശ സിനിമ നമ്മുടെ മനസ്സിൽ നിന്ന് എന്തായാലും പോകില്ല, ആർക്കും പോയിട്ടില്ല. അതിൽ അമ്പാൻ എന്ന കഥാപാത്രം മനസ്സിൽ ആഴത്തിൽ തറച്ച് അവിടെ എന്തൊക്കെ കോമഡിയുമായിട്ട് അദ്ദേഹം ആളുകളെ ചിരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തവണ ആ കഥാപാത്രം അമ്പാൻ, നമ്മളെ സജിൻ ഗോപു നടത്തിയിരിക്കുന്ന പെർഫോമൻസ് പറയാതിരിക്കാൻ പറ്റില്ല. മരിയാനോ എന്ന കഥാപാത്രം ഗംഭീരമായിട്ട് ചെയ്തത്. പക്ഷെ നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ, അദ്ദേഹത്തെ കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ചിരി വരും, കൈയടിക്കും. ആ ചിരിയാണ്, പക്ഷെ അത് വേറെ റൂട്ടിലേക്കാണ് അഭിനയിച്ചു വെച്ചിരിക്കുന്നത്. അത് ഗംഭീരമായിട്ട്. അതാണ് ഇവർ രണ്ടുപേരും, ബേസിലിൻ്റെയും സജിൻ്റെയും കഥാപാത്രങ്ങൾ എടുത്തു പറയാനുള്ള കാരണം അതാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കഥ നമുക്കറിയാം. ഇന്ദുചേട്ടൻ്റെ കഥകളെല്ലാം ഒന്നിനൊന്നിനും മെച്ചപ്പെടാം. പക്ഷെ ഇന്ന് വരെ കാണാത്ത ഒരു കഥയായിട്ട് തന്നെയാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ മനസ്സിലായത്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഏറ്റവും ബെസ്റ്റ് സിനിമയെന്ന് പറയാൻ എനിക്ക് കഴിയുന്നത്. ലിജോ മോൾ, ഒന്നും പറയാനില്ല. ലിജോ മോൾ എത്ര സിനിമകൾ അഭിനയിച്ചു. ലിജോ മോളിൻ്റെ ഒരു കഥാപാത്രം ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പൊന്മാൻ, പൊന്നിൻ്റെ വില വർദ്ധിക്കുന്നത് പോലെ പൊന്മാൻ തിയേറ്ററിലേക്ക് ആളുകൾ ഇടിച്ചു കയറി കാണുന്ന ഒരു സിനിമയിലേക്കാവും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത്രമാത്രം മനസ്സിൽ ആഴത്തിൽ തട്ടി നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ഒരു കണ്ണുനീരെങ്കിലും വീടാതെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങത്തുമില്ല. അത് കണ്ടവർക്കറിയാം. അത്രമാത്രം നല്ല രീതിയിലേക്കുള്ള ഒരു സിനിമയായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. മൊത്തത്തിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ സിനിമ നമ്മൾ 150-200 രൂപ കൊടുത്ത് കയറി കഴിഞ്ഞാൽ നഷ്ടമില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. റെക്കോർഡ് നിലയിലേക്ക് ഈ സിനിമ എത്തുന്നു. റെക്കോർഡ് കളക്ടറോടുകൂടി ഈ സിനിമ മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പം ബേസിലി പറഞ്ഞതുപോലെ എന്നാ പണി വെച്ചിരിക്കേ, ഒരു രക്ഷമില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് അടുത്ത തിയേറ്ററിൽ സിനിമ കാണും. ഓക്കെ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.